പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടെ വധിക്കാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടിരുന്നതായി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകന്റെ വെളിപ്പെടുത്തൽ. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഉത്തരവിറക്കിയതെന്ന് പ്രമുഖ രാഷ്ട്രീയ പ്രതിരോധ നിരീക്ഷകനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലൻഡിൽ വെച്ച് അതീവ രഹസ്യമായി ആക്രമണം നടത്താനായിരുന്നു മൊസാദിന്റെ പദ്ധതിയെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ സൈന്യവും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന രഹസ്യ നയതന്ത്ര ശത്രുതയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാന്റെ ആണവ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടും മിഡിൽ ഈസ്റ്റിലെ പാക് സൈന്യത്തിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിന് കടുത്ത ആശങ്കകളുണ്ടായിരുന്നു. പാക് സൈന്യത്തിന്റെ തലപ്പത്ത് ശക്തമായ സ്വാധീനമുള്ള അസീം മുനീറിനെ ഇല്ലാതാക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെയും സൈനിക വീര്യത്തെയും തളർത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വധശ്രമ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മുൻകൂട്ടി ലഭിച്ചതിനെ തുടർന്ന് പാക് രഹസ്യാന്വേഷണ ഏജൻസികളും സ്വിസ് സുരക്ഷാ വിഭാഗവും സംയുക്തമായി പ്രതിരോധം തീർത്തതായാണ് സൂചന. ജനറൽ അസീം മുനീറിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വിറ്റ്സർലൻഡിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമാക്കിയിരുന്നു. പാകിസ്ഥാൻ സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സൈനിക മേധാവിയുടെ വിദേശ സന്ദർശനങ്ങൾ ഇനി മുതൽ കനത്ത സുരക്ഷാ നിരീക്ഷണത്തിലായിരിക്കും. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഈ ആരോപണങ്ങളോട് ഔദ്യോഗിക വിശദീകരണമൊന്നും ലഭ്യമായിട്ടില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഈ വെളിപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അദൃശ്യമായ പോരാട്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്.